TV9 ചാനലിന്റെ ഒളിക്യാമറയിൽ കുടുങ്ങിയ ബിജെപി എംപി രാജിവെക്കണമെന്ന് കോൺഗ്രസ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബിജെപി എംപി രാംദാസ് തദസാണ് ഒളിക്യാമറയിൽ കുടുങ്ങിയത്. കോഴിക്കോട് എംപി MK രാഘവനെ ഇതേ ചാനൽ തന്നെ ഒളിക്യാമറയിൽ പകർത്തിയത് വ്യാജമാണെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 കോടി രൂപ ചെലവിട്ടെന്നും ഇത്തവണ 25 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നെന്നും ബിജെപി എംപി രാംദാസ് തദസ് TV9 ചാനലിനോട് വെളിപ്പെടുത്തി. വാർത്ത പുറത്തു വന്ന ഉടനെ രാംദാസ് തദസിനെ അയോഗ്യനാക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ ചാനൽ തന്നെയാണ് കോഴിക്കോട് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ MK രാഘവനെതിരായ കോഴ ആരോപണം പുറത്തുവിട്ടത്. എന്നാൽ രാഘവന്റെ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും ചാനലിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുമായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. സംസാരിക്കാത്തതായ സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് അത് പിന്നെ ദേശാഭിമാനിയിൽ വലിയ വാർത്ത, പീപ്പിളിൽ ചർച്ച, ഇതൊക്കെയായി സോഷ്യൽ മീഡിയയിൽ വളരെ ഗംഭീരമായി ഏറ്റെടുത്ത് ഇത് വളരെ മോശമായ തലത്തിൽ പോവുക. അത് ഇപ്പോഴും നടക്കുക. നമ്പിനാരായണൻ പറഞ്ഞ പോലെ എനിക്ക് വേറെ മാർഗമില്ല. കാരണം ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒളിക്യാമറയിൽ കുടുങ്ങിയ കോഴിക്കോട് എംപി MK രാഘവൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ധാർമ്മികമാണോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് 5 കോടി രൂപ വാഗ്ദാനം ചെയ്ത ചാനൽ സംഘത്തോട് പണം കൈമാറാൻ തന്റെ ഡൽഹി ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതിയെന്നാണ് MK രാഘവൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ദിവസം മദ്യം വിതരണം ചെയ്യണം. പണം നൽകിയാൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തകർ മദ്യം എത്തിച്ചുകൊള്ളും. ഒരു ദിവസം വാഹന പ്രചരണത്തിന് മാത്രം 10 ലക്ഷത്തോളം രൂപ ചെലവുണ്ട്. 50-60 വാഹനം ഒരു ദിവസം വേണ്ടിവരുമെന്നും രാഘവൻ ചാനൽ സംഘത്തോട് വെളിപ്പെടുത്തി.